സഹോദരങ്ങൾ പോലും ഒരു വീട്ടിൽ കഴിഞ്ഞാൽ കലഹിക്കുന്ന കാലത്ത് ഒരു അപൂർവ കാഴ്ചയൊരുക്കിയിരിക്കുകയാണ് ദേശാടന കുറ്റിയും നീർക്കാക്കയും. ഉപ്പുതറയിൽ പെരിയാറിന്റെ തീരത്താണ് ഈ അപൂർവ കാഴ്ച. കഴിഞ്ഞ രണ്ടാഴ്ചയായി സന്ധ്യാസമയങ്ങളിലാണ് ഇവറ്റകൾ നയന മനോഹര കാഴ്ച ഒരുക്കുന്നത്. ഇവിടെ നിന്നോ എത്തിയ കുട്ടികളും നീർക്കാക്കകളും ഉപ്പുതറയിൽ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചകൾ. ആദ്യം കാലിനും കൊക്കിനും നീളം കൂടിയ കുട്ടികളാണ് എത്തിയത്. ഇവ പെരിയാറ്റിലെ പഞ്ഞിമരത്തിൽ ചേക്കേറി. ദിവസങ്ങൾ കഴിഞ്ഞതോടെ വലിയ നീർക്കാക്കയും എത്തി. ഇവയും കുറ്റിയോടൊപ്പം ചേക്കേറിയത് നാട്ടുകാരിൽ അത്ഭുതം ഉളവാക്കി. ഇവറ്റകൾക്ക് സർക്കാരിന്റെ വനം നിയമമോ മറ്റു നിയമങ്ങളോ ഒന്നും പ്രശ്നമല്ല. പുലർത്തെ ഇര തേടി പോകുന്ന കുട്ടികളും നീർക്കാക്കകളും പെരിയാറിന്റെ വിവിധയിടങ്ങളിലേക്ക് യാത്രയാവും. നേരം മയങ്ങി തുടങ്ങുമ്പോൾ ഒന്നൊന്നായി മരത്തിലെത്തും. എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ പരേഡ് പോലെ എല്ലാവരും ചേർന്ന് പെരിയാറിന് മുകളിൽ പറന്നുല്ലസിക്കും. പിന്നീട് അവരവർക്കുള്ള മരത്തിലെ സ്ഥാനത്തെത്തും. ഇത് കാഴ്ചക്കാർക്ക് ആനന്ദകരമായ അനുഭവമാണ്. കറുപ്പും വെളുപ്പും ചേർന്നുള്ള പക്ഷികൾ ചേക്കേറി കഴിഞ്ഞാൽ നിലാവുള്ള രാത്രികളിൽ കാണാൻ തന്നെ രസമുള്ള കാഴ്ചയാണ്. ഇതിപ്പം രണ്ടു ദിവസത്തിന് മുമ്പ് വരെ കൊക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അത് ദേശാടന വലിയ കൊക്ക, കടലിൻ്റെ ഒരു 1.5 കിലോമീറ്റർ വരുന്ന കൊക്ക. ഇപ്പം അടുത്ത 2 ദിവസമായിട്ട് നീർക്കാക്കായി വരുന്നുണ്ട്. നീർക്കാക്ക വരുന്നത് 10,000, 20,000 ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. എന്നിട്ട് രാത്രിയാവുന്നുണ്ടെ ഈ വാവന് വന്നിട്ട് ഇതിൻ്റെ കാതിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ രാത്രിയാവുന്ന ഇത് തങ്ങളിലടിക്കാം. ചന്ദ്രനുള്ള ദിവസമാണെങ്കിൽ നല്ല രസമായി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കും. പിന്നെ ഇതിനിടയ്ക്ക് അവർ ഇളചേരാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങോട്ടും തങ്ങളി അങ്ങോട്ട് അടിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തൊരു നല്ലൊരു കാഴ്ചയാണ്. പാടങ്ങൾ നികത്തുകയും ജലാശയങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തതോടെ കുറ്റികൾ പലായനം ചെയ്യുകയാണ്. ഓരോ സമയത്ത് ഓരോ നദിക്കരയിൽ എത്തുന്നതാണ് പുതിയ പ്രവണത. പണ്ട് ജലാശയങ്ങൾക്കരികിലെ പുളിയും മറ്റും ഉപയോഗിച്ച് കൂടൊരുക്കിയിരുന്നു. ഇപ്പോൾ സ്ഥിരം കൂടുന്നത് ഒഴിവാക്കി മരച്ചിലകളിൽ തമ്പടിക്കുക മാത്രമാണ്. സഹോദരങ്ങൾ ഒന്നിച്ച് താമസിച്ച കലഹിക്കുന്ന കാലത്താണ് കുറ്റിയും നീർക്കാക്കയും ഒന്നിച്ച് ചേക്കേറി മനുഷ്യപുത്രന്മാർക്ക് മാതൃകയാവുന്നത്. ഇരുട്ട് വീണു കഴിയുമ്പോൾ കായകൾ ഭക്ഷിക്കാനെത്തുന്ന വവ്വാലുകളെ കുറ്റിയും നീർക്കാക്കയും ചേർന്ന് പ്രതിരോധിക്കുന്നതും രസകരമായ കാഴ്ചയാണ്. കുറ്റികളും നീർക്കാക്കകളും ചേർന്ന് ഉപ്പുതറക്കാർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരിക്കുകയാണ്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.